തൃശൂർ ചാലക്കുടിയിൽ കോൺഗ്രസിന്റെ കൗൺസിലർ LDF സ്ഥാനാർത്ഥിയാകും. മുനിസിപ്പൽ ഡിവിഷൻ കൗൺസിലർ ബിജു എസ് ചിറയത്താണ് സ്ഥാനാർത്ഥിയാകുന്നത്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ സീറ്റിലാണ് മത്സരിക്കുന്നത്. ബിജു എസ് ചിറയത്ത് മുനിസിപ്പൽ അംഗത്വം ഇന്ന് രാജിവെക്കും. സാനു കെ സജീവ് വീണ്ടും തൃശ്ശൂരിൽ നിന്നും ചേരുകയാണ്. സാനു, ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും ഇത്തരത്തിൽ കൂടുവിട്ട് കൂടുമാറ്റം, അല്ലെങ്കിൽ ഇന്നലെ കാണുന്നവനെ ഇന്ന് കാണുന്നില്ല, ഇതൊക്കെ കേരളത്തിൽ സഹജമാണ് ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും. അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഇത്തരം നാടകങ്ങൾ തുടരുന്നുണ്ടല്ലോ. ഗൗതം, എന്തായാലും ചാലക്കുടിയിൽ രാഷ്ട്രീയ നാടകം തുടരുകയാണ്. ചാലക്കുടിയിൽ CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ട്, അല്ലെങ്കിൽ LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസിന്റെ കൗൺസിലർ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. മുനിസിപ്പൽ ഡിവിഷൻ കൗൺസിലർ ബിജു എസ് ചിറയത്ത് LDF സ്ഥാനാർത്ഥിയാവും. കോൺഗ്രസിന്റെ കൗൺസിലറായിരുന്ന ബിജു ഇന്ന് കൗൺസിലർ സ്ഥാനം രാജിവെക്കും. തുടർന്ന് കേരള കോൺഗ്രസ് M-ന്റെ സ്ഥാനാർത്ഥിയായിട്ടായിരിക്കും ചാലക്കുടിയിൽ നിന്നും ജനവിധി തേടുക. അതേപോലെ തന്നെ ഈ ചാലക്കുടി വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു നിയോജക മണ്ഡലം കൂടിയാണ്. കാരണം 13 നിയമസഭാ സീറ്റുകളിൽ കഴിഞ്ഞ 2021 കോൺഗ്രസിന് നേടാനായത് ചാലക്കുടി മാത്രമാണ്. ചാലക്കുടിയിൽ 1050 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് കോൺഗ്രസിന് നേടാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ വലിയൊരു മത്സര പോരാട്ടത്തിലൂടെ കൂടിയാണ് കോൺഗ്രസ് അവരെ ഒരു സീറ്റ് നേടുന്ന നിലയിലേക്ക് ചാലക്കുടിയിൽ മാറിയത്. എന്തായാലും ചാലക്കുടിയിൽ ഇത്തവണയും രാഷ്ട്രീയ ചരടുവലി, അല്ലെ രാഷ്ട്രീയ കാലുമാറ്റം, ചുവടുമാറ്റം നടക്കുന്നു. സനീഷ് കുമാർ ജോസഫാണ് നിലവിൽ അവിടെ MLA. സനീഷ് കുമാറിനെതിരെ കോൺഗ്രസ് പാളയത്തിൽ നിന്ന് തന്നെയുള്ള കൗൺസിലർ സ്ഥാനാർത്ഥിയാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. ചർച്ചകളൊക്കെ ഇതിനു മുൻപ് തന്നെ, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നടത്തിയിരുന്നു. അതിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ബിജു എസ് ചിറയത്ത് ഇങ്ങനൊരു രാഷ്ട്രീയ കൂടുമാറ്റം, ചുവടുമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള കളം ഒരുക്കിയിരുന്നു. അതാണ് അവിടെ നിന്ന് പുറത്തു വരുന്ന വിവരം. എന്തായാലും ബിജു ഇന്ന് കൗൺസിലർ സ്ഥാനം രാജിവെച്ചുകൊണ്ട് LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനുള്ള, കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തിയിരിക്കുകയാണ്. ഇന്ന് തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ബാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. ഗൗതം, ഓക്കെ, തൃശ്ശൂരിലാണ്, ഇത്തരത്തിൽ ചാലക്കുടിയിലാണ് കോൺഗ്രസിൻ്റെ കൗൺസിലർ LDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നത്. ഇത്തരം നീക്കങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും കേരളത്തിൽ നമ്മൾ കാണുന്നതാണ്. അതിൻ്റെ തുടർച്ചയായ പോരാട്ട നാടകങ്ങൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തും വളരെ സജീവമായി നടക്കുകയാണ്. സാനുവാണ് വിവരങ്ങളുമായി ചേർന്ന്